ഹലോ ഓൾ, വെൽക്കം ടു ലിറ്ററേച്ചർ വേൾഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാക്ബത്ത് എന്ന ഷേക്സ്പിയൻ ട്രാജഡിയുടെ സമറിയാണ്. മാക്ബത്തിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ബേസിക്കലി അറിയാവുന്ന കാര്യമാണ് ഷേക്സ്പിയറിൻ്റെ 4 ഫേമസ് ട്രാജഡിയിൽ ഏറ്റവും ചെറിയ ട്രാജഡിയാണ് മാക്ബത്ത്. അപ്പം കഥയിലേക്ക് കടക്കുമ്പോൾ ഒരു ഷോർട്ട് സമറിയാണ് പറയുന്നത്. നമ്മുടെ കഥയുടെ ആക്ട് 1 സീൻ 1 നമ്മൾ നോക്കുമ്പം മാക്ബത്തും ബാങ്കും 2 സ്കോട്ടിഷ് ജനറൽസാണ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് അവരുടെ റിബൽസ് എനിമീസിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ദേ ആർ കമ്മിങ് ബാക്ക് ടു ദെയർ ഹോം. അപ്പോൾ സ്കോട്ട്ലൻഡാണ് ഇതിൻ്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഓൺ ദെയർ വേ ബാക്ക് ദേ ആർ മെറ്റ് വിത്ത് 3 വേർഡ് സിസ്റ്റേഴ്സ് ഓഫ് ബിച്ചസ്. അതായത് 3 കുതന്ത്രശാലികളായിട്ടുള്ള ബിച്ചസിനെ അവരവരുടെ വഴിയിൽ തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നുണ്ട്. ദ വിച്ചസ് പ്രൊഫസി. അപ്പം വിച്ചസ് അവിടെ പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവർ പ്രൊഫസി ചെയ്യുകയാണ്, ജസ്റ്റ് പറയുകയാണ് ദാറ്റ് മാക്ബത്ത് ഷോൾ ബി ദ തെയ്ൻ ഓഫ് കാവഡർ. അതായത് അദ്ദേഹം, അതൊരു പൊസിഷൻ, നമ്മുടെ മന്ത്രിയാവുക, രാജാവാവുക എന്ന് പറയുന്നത് പോലെ തന്നെ കാവഡറിലെ രാജാവാകും മാക്ബത്ത് എന്ന് അവർ പ്രവചിക്കുകയാണ്. ആൻഡ് കിങ്, പിന്നീട് കിങ് ആകും. ദെയർ ആഫ്റ്റർ ആൻഡ് ദാറ്റ് ബാങ്കോസ് ചിൽഡ്രൻ ഷാൾ ബി ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് ഇൻ ഇയേഴ്സ് ടു കം. അതായത് കൂടെ 2 പേരായിരുന്നല്ലോ, മാക്ബത്തും ബാങ്കോ അല്ലായിരുന്നു പോയത്. അതിൽ മാക്ബത്തിനോടും ബാങ്കോടുമായിട്ട് വിച്ചസ് പറയുകയാണ്, നീ തെയ്ൻ ഓഫ് കോഡർ ആവും, പിന്നെ രാജാവുമാകുമെന്ന് മാക്ബത്തിനോടും. ബാങ്കോ എന്ന വ്യക്തിയുടെ മക്കൾ സ്കോട്ട്ലൻഡിലെ രാജാവാകുമെന്നും അവരവിടെ ഒരു ഒന്ന് പ്രവചിക്കുന്നുണ്ട്. അപ്പം ബാങ്കോ ഇത് കാര്യമാക്കുന്നില്ല, പക്ഷേ മാക്ബത്ത് ഇത് വിശ്വസിക്കുന്നുണ്ട്, ശരിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിന് കാരണമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്ബത്ത് ഈ ഉടനെ, അതായത് നമ്മുടെ ഡങ്കൻ എന്ന് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. ഡങ്കൻ എന്ന കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, ഞാൻ പറഞ്ഞു സ്കോട്ട്ലൻഡിലാണ് ഇത് നടക്കുന്നത്. അപ്പം സ്കോട്ട്ലൻഡിൻ്റെ രാജാവായിട്ടുള്ള ഡങ്കൻ അപ്പോൾ ഒരു വാർത്തയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ, മാക്ബത്ത് ഇനി തെയ്ൻ ഓഫ് കാവഡർ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മുടെ രാജാവായ ഡങ്കൻ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആദ്യം നമ്മുടെ വിച്ചസ് പറയുന്ന ആ പ്രൊഫസി ഉണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മാക്ബത്തിൻ്റെ അംബീഷൻ, മാക്ബത്തിന് ഭയങ്കര അത്യാഗ്രഹമുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം എനിക്കിനി അദ്ദേഹത്തെ തെയ്ൻ ഓഫ് കാവഡർ ആക്കി, നല്ലൊരു പൊസിഷൻ, അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല, ഇനി അടുത്ത അദ്ദേഹം കിങ് ഓഫ് സ്കോട്ട്ലൻഡ് ആകും എന്നുള്ള മറ്റേ വിച്ചസിൻ്റെ ആ പ്രവചനത്തെ വിശ്വസിച്ച് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ പെട്ടെന്ന് രാജാവാകണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആലോചിക്കുന്നത് സെക്കൻഡ് പ്രൊഫസിയാണ്, അതായത് എങ്ങനെയെങ്കിലും കിങ് ഓഫ് സ്കോട്ട്ലൻഡ് കൂടെ ആകണം. അപ്പം ഡങ്കൻ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മാൽക്കം, അദ്ദേഹം എന്തോ ചെയ്യണം, ആ മാൽക്കം എന്ന് പറയുന്നത് തൻ്റെ മകനാണ് ഇനി അടുത്ത അനന്തരാവകാശി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മാക്ബത്തിന് അപ്പം മാക്ബത്തിന് വേണമെങ്കിൽ വിചാരിക്കുമല്ലോ, ശരിയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് രാജാവാവേണ്ടത്. പക്ഷെ അങ്ങനെയല്ല മാക്ബത്ത് അവിടെ വിചാരിച്ചത്. മാക്ബത്തിന് തൻ്റെ ആ അംബീഷൻ, അത്യാഗ്രഹം വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പം വിച്ചസിൻ്റെ വാക്കുകളും മനസ്സിലുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് വേണം, അപ്പം ഒരാൾ പറയുന്നത് എനിക്കത് കിട്ടും, അപ്പം നമുക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ആവത്തേ ഉള്ളൂ. അപ്പം വിച്ചസിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായ ലേഡി മാക്ബത്തിൻ്റെ എൻകറേജ്മെൻറ്റും കൊണ്ട് അദ്ദേഹം ഡങ്കനെ അങ്ങ് കൊല്ലുകയാണ്. അപ്പം എവിടെ വെച്ചാൽ കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് അദ്ദേഹത്തിൻ്റെത് നമ്മുടെ മാക്ബത്തിൻ്റെ കാസ്റ്റിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പോൾ അങ്ങ് കൊല്ലുകയാണ്. അപ്പോൾ ഡങ്കൻ്റെ മക്കളുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇനി രാജാവാണ്ട മാൽക്കം. അപ്പോൾ മാൽക്കവും ടൊണാലബിനും എന്തോ ചെയ്യുന്നുണ്ട്, ടൊണാലബിനും ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്നു. മാക്ബത്ത് എന്നിട്ട് ആ ഒരു കിരീടം അവകാശി അയാളായല്ലോ, അപ്പോൾ അദ്ദേഹം ആ ത്രോൺ പൊസസ് ചെയ്യുകയാണ്. പക്ഷെ അന്ന് വരെ ഉണ്ടായിരുന്ന രീതിയല്ലായിരുന്നു പിന്നീട് മാക്ബത്തിന് പേടിയായി മാറി. കാരണം അനധികൃതമായിട്ടൊരു വസ്തു സ്വന്തമല്ലത്. അപ്പം അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് വളരെ ഇൻസെക്യൂരിറ്റി, എല്ലാവരെയും അയാൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, തൻ്റെ ചുറ്റുമുള്ളവരെ. അങ്ങനെ ബാങ്കോയുടെ ചിൽഡ്രൻ ഉണ്ടല്ലോ, ബാങ്കോയ്ക്കും മാക്ബത്തിനും ഏകദേശം ഒരേ ഒരു സ്റ്റാറ്റസ് തന്നെയാണെങ്കിൽ പോലും നമ്മുടെ ഈ ബാങ്കോയ്ക്ക് ഒരു പ്രവചനം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് ആവുമല്ലോ. അപ്പം ഇയാളുടെ മനസ്സെത്ര ദുഷ്ടമായി മാറിയെന്ന് ആലോചിക്കണം. കാരണം ബാങ്കോയുടെ മക്കൾ കിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കോയെയും ബാങ്കോയുടെ മോനെയും കൊല്ലാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ബാങ്കോയുടെ മോൻ്റെ പേരാണ് ഫ്ലയൻസ്. പക്ഷേ ഫ്ലയൻസ് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ ബാങ്കോ മരണപ്പെടുകയാണ്. ശരിക്കും ബാങ്കോ ഒന്നും ആഗ്രഹിക്കുന്ന പോലും ഇല്ല ഇതൊന്നും, മക്കളിനെ രാജാവാക്കണമെന്നൊന്നും. പക്ഷെ അയാളുടെ മനസ്സിൽ ഇതൊക്കെ നടക്കുമായിരിക്കും എന്നുള്ള തോന്നൽ മൂലം ബാങ്കോയെയും കൊന്നു. ബാങ്കോയുടെ ഗോസ്റ്റ് പിന്നീട് അപ്പിയർ ചെയ്യുന്നു. നമ്മൾ ഷേക്സ്പിയർ നാടകങ്ങളിൽ ഗോസ്റ്റിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്, ഹാംലെറ്റിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ബാങ്കോയുടെ ഗോസ്റ്റ് മാക്ബത്തിനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്ബത്ത് എന്തോ ചെയ്തു, വീണ്ടും മറ്റേ വിച്ചസിനെ കാണാൻ പോകുന്നുണ്ട്.
മാക്ബത്ത് അങ്ങനെ വിച്ചസിനെ കാണാൻ ചെല്ലുമ്പോൾ വിച്ചസ് ഭയങ്കരമായ ധൈര്യം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അഷുറൻസ് കൊടുക്കുകയാണ്, നൺ ബോൺ ഓഫ് വുമൺ, അതായത് ഒരു സ്ത്രീയിൽ ജനിച്ച ആർക്കും നിന്നെ കൊല്ലാൻ ഒക്കില്ല. എല്ലാവരും സ്ത്രീയിൽ ജനിച്ചതാണല്ലോ, അപ്പം അദ്ദേഹത്തിന് ധൈര്യം വരുന്നു, അപ്പോൾ എന്നെ ആർക്കും കൊല്ലാൻ ഒക്കില്ല. ആൻഡ് വിൽ നെവർ ബി ഡിഫീറ്റഡ്, അതായത് പറയുന്ന ഒരു കേസ്, രണ്ടാമത്തെ കേസാണ് അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം കൊടുത്തത്. അതായത് നിന്നെ ഒരാൾക്ക് വധിക്കാൻ പറ്റും, എപ്പം മാത്രമാണ്, ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്, കൊച്ചി നഗരം നടന്ന് കൊല്ലത്ത് വരുമ്പോൾ മാത്രമേ നിന്നെ ഒരാൾക്ക് കൊല്ലാൻ കഴിയൂ എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബെർണാഡ് ഫോറസ്റ്റ് ഡൺസെൻസിൽ വരുമ്പോൾ മാത്രമേ നിന്നെ വധിക്കാനൊക്കത്തുള്ളൂ. ഈ രണ്ട് കാര്യം കേട്ടപ്പോൾ നമ്മുടെ മാക്ബത്തിന് ഭയങ്കര ധൈര്യമാണ് ഉണ്ടായത്. അതേസമയത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട് മാക്ഡഫിനെ സൂക്ഷിച്ചോളാൻ. അപ്പോൾ മാക്ഡഫ് ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ പോയിട്ട് മാക്ബത്തിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടുള്ള ആർമി സെറ്റാക്കുമായിരുന്നു. അപ്പോൾ ഇതറിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാക്ബത്തിന് ദേഷ്യവും. മാക്ബത്തിൻ്റെ ആർമിയോട് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്, മാക്ഡഫിൻ്റെ വൈഫിനെയും മാക്ഡഫിൻ്റെ മക്കളെയും കൊല്ലാൻ. അതുപോലെ അവർ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന മാക്ബത്ത് അദ്ദേഹത്തിൻ്റെ എനിമീസിനൊക്കെ വളരെ ക്രൂവലായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാർക്കെല്ലാം അങ്ങ് ദേഷ്യമായിട്ട് ആൾക്കാരെ സ്കോട്ട്ലൻഡ് വിട്ട് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. ഇനി ഇതേ സമയത്ത് നമ്മൾ നോക്കേണ്ടത് ലേഡി മാക്ബത്തിനെയാണ്. ലേഡി മാക്ബത്താണ് എല്ലാത്തിനും എൻകറേജ്മെൻറ്റ് കൊടുത്തത്. ഈ ലേഡി മാക്ബത്തോ ഇപ്പം ഭയങ്കര സ്ട്രോങ് വിൽഡായിട്ടുള്ള ആ ലേഡി മാക്ബത്ത് തളർന്നു. അവർക്ക് ഇപ്പോൾ മെൻ്റലി ഡിസോർഡേഴ്സ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സോമനാംബിളിസം പോലുള്ള ഉറക്കത്തിൽ സ്ലീപ്പ് വാക്ക് സീൻ ഇതിനകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സീനാണ്. രാത്രിയിൽ ഉറക്കത്തിലൊക്കെ കിടന്ന് നടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അവൾ എന്നുവെച്ചാൽ ആ മർഡർ സീനുണ്ട്, ഡഞ്ചനെ കൊന്ന ആ ഒരു സീനൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് റീകളക്ട് ചെയ്ത് നടക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ അത് പറയുകയും അങ്ങനെ മാക്ബത്തിനാണ് ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ ഒരവസ്ഥയായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഈ മാൽക്കം എന്ന് പറഞ്ഞാൽ ഡങ്കൻ്റെ മോനാണ്. മാക്ഡഫൂണ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്താണ് ആര് മരിക്കുന്നത്, നമ്മുടെ മാക്ബത്ത് മരിക്കുന്നത്. അപ്പം ഈ സമയത്ത് നമ്മുടെ മാക്ഡഫിൻ്റെ ആർമി, അതായത് നമ്മുടെ മാക്ഡഫിൻ്റെ മൊത്തം പട്ടാളക്കാരും നമ്മുടെ മാക്ബത്തിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്ഥലമാണ് ഡൺസെൻസ്. അവിടേക്ക് വരുമ്പം ഓരോ സോൾജേഴ്സും ബെർണാഡ് ഫോറസ്റ്റിലെ ഓരോ മരങ്ങൾ എടുത്തിട്ട്, ഇപ്പം നമ്മൾ ഈ മരങ്ങൾ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പുറകെ നിന്ന് ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അല്ല ഇത് യഥാർത്ഥ മരത്തിൻ്റെ പുറകിൽ അതിൻ്റെ ആ മരങ്ങൾ, ആ കാട് മൊത്തത്തിൽ ഇളകി വരുന്നതല്ല. കാരണം ഓരോ സോൾജേഴ്സും ബെർണാഡ് ഫോറസ്റ്റിലെ ഓരോ ചെടികളിലെയും പുറകിലായിട്ട് ഹൈഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ ബെർണാഡ് ഫോറസ്റ്റ് നടന്ന് ഡൺസെൻസിലേക്ക് വരുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പം ആർക്കും തോന്നുന്നത് അങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ടാണ്. അപ്പം ബാറ്റിലുണ്ടായി മാക്ഡഫും നമ്മുടെ മാക്ബത്തും തമ്മിൽ. ആ ഡുവലിൽ മാക്ബത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ വയറ്റിൽ ജനിച്ച ആളല്ല ഞാൻ, എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് നോർമലായിട്ടുള്ളൊരു ബർത്ത് അല്ലായിരുന്നു എന്നെ അബ്ഡമൻ കട്ട് ചെയ്ത് സിസേറിയൻ രീതിയിൽ അങ്ങനെ എടുത്ത ഒരു കുഞ്ഞാണ് ഞാൻ. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ല ഞാൻ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മാക്ബത്തിന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ മാക്ബത്ത് മനസ്സിലാക്കുന്നതാണ് വിച്ചസ് എന്നെ ചതിച്ചതാണ്. അല്ലെങ്കിൽ അദ്ദേഹം റിയലൈസ് ചെയ്യുന്നുണ്ട് വിച്ചസിൻ്റെ വാക്കുകളൊക്കെ വെറുതെ ആയിരുന്നു, എന്നെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ലെന്നും അങ്ങനെ ഒരു കുഞ്ഞില്ലെന്നും ഒക്കെ ഞാൻ വിചാരിച്ചത് വെറുതെ ആയിരുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവസാനം മാക്ഡഫ് എന്നെ കൊല്ലുകയാണ്. അങ്ങനെ ഡങ്കൻ്റെ മകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മാൽക്കം സ്കോട്ട്ലൻഡിൻ്റെ കിങ്ങായി മാറി. അല്ലാതെ വിച്ചസ് പറഞ്ഞതുപോലെ ബാങ്കോയുടെ മക്കളൊന്നും അല്ലായിരുന്നു മക്കളായത്. ഓൾറെഡി ബാങ്കോയുടെ മകൻ ഇപ്പം ജീവനോടെ ഉണ്ട്, എന്നാൽ പോലും ആയില്ലല്ലോ. പക്ഷേ നമ്മുടെ ഈ ബാങ്കോ ആ വിച്ചസിനെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ മാക്ബത്തിന് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചസിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്തു. ഞാനൊരു ഡീറ്റെയിൽഡായിട്ടുള്ള സമ്മറി. ഇതിൻ്റെ ഫർദർ ഇതുപോലെയുള്ള ഷേക്സ്പിയറിയൻ ട്രാജഡീസിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.